കഴിഞ്ഞ ദിവസം വിശ്വനാഥൻ ആൻഡ് സൺസിന്റെ ടീസർ പുറത്തിറങ്ങി. സൂര്യ വളരെ ചാംഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ടീസറിൽ മനം കവർന്ന ഒരു വ്യക്തിയായിരുന്നു മമിത ബൈജു. മമിത ബൈജുവിന്റെ ഗ്രോത്ത് കാണുമ്പോഴേക്കും സത്യം പറഞ്ഞ അസൂയയുമുണ്ട്, അതോടൊപ്പം തന്നെ സന്തോഷവും എക്സൈറ്റ്മെന്റുമുണ്ട്. ജനനായകൻ എന്ന സിനിമയിൽ വിജയ്ക്കൊപ്പം തോളോട് തോൾ തീർന്ന് തന്നെയായിരിക്കും ആ സിനിമയിൽ ഉണ്ടാകുക. കാരണം ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെങ്കിൽ ശ്രീലീലയും നന്ദമുരി ബാലകൃഷ്ണയും ആ സിനിമയിൽ എന്തോരം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. അതുപോലെ തന്നെയായിരിക്കും മമിത ബൈജുവും വിജയും ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയിലും സൂര്യ മമിത കോമ്പിനേഷൻ. വെറുതെ 2-3 സീനുകളിൽ വരാൻ വേണ്ടിയിട്ടുള്ളൊരു റോളല്ല മമിതയ്ക്ക് ആ സിനിമയിലുള്ളതെന്ന് ടീസറിൽ നിന്നും വ്യക്തമാണ്. വിജയ് പടം, സൂര്യ പടം, അതോടൊപ്പം തന്നെ ധനുഷിൻ്റെ സിനിമ, ഇനി വരാൻ പോകുന്ന വിഷ്ണു വിശാലിൻ്റെ സിനിമ, ഇനി ലൈനപ്പിൽ നിൽക്കാൻ പോകുന്ന ഇതുപോലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളൊക്കെ തന്നെ മമിത ബൈജുവിൻ്റെ കൈകളിലുണ്ട്. മമിത പൊട്ടിമുളച്ച് വന്ന നായികയല്ല. അതുകൊണ്ട് തന്നെ മമിതയുടെ കരിയർ അനാലിസിസും നമുക്കൊന്ന് നടത്താം. മമിത വളരെ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നതാണ്. കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടക്കകാലത്തിൽ മമിതയുടെ സിനിമകൾ എടുത്ത് നോക്കണം. സ്ക്രീനിൽ ഇടം കിട്ടാൻ വേണ്ടി ക്യാമറയിൽ തല വെട്ടിവെച്ച് എങ്ങനെയെങ്കിലും ക്യാമറയിൽ റോള് കിട്ടുക, എങ്ങനെയെങ്കിലും ഡയലോഗുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നൊരു സംഭവം കൂടി തുടക്കഘട്ടത്തിൽ മമിതയ്ക്കുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് കോടികൾ ഓഫർ ചെയ്തുകൊണ്ട് മമിതയെ സിനിമയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും സൂപ്പർ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞാൻ മമിതയുടെ കരിയർ തുടക്കം പോകുന്നതിന് മുമ്പ് ബാല സംവിധാനം ചെയ്ത സൂര്യ നായകനാകേണ്ടി വന്ന മമിത നായികയായി എത്തേണ്ടിയിരുന്ന വണങ്ങാൻ എന്ന സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ പിന്നീട് സൂര്യ ചെയ്തില്ല, ചെയ്തത് അരുൺ വിജയാണ്. പക്ഷേ ആ സിനിമ ഒരു പരാജയമായിട്ടാണ് മാറിയത്, വലിയ വിജയമായില്ല. പക്ഷെ ആ സമയത്ത് സൂര്യയുടെ കൂടെ മമിത അഭിനയിക്കുന്നു എന്നത് വലിയ വാർത്തയായിരുന്നു. പക്ഷെ പിന്നീട് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയപ്പോൾ മമിതയ്ക്ക് വലിയ വിഷമം ഉണ്ടായി. പക്ഷെ അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സൂര്യയ്ക്കൊപ്പം ഒരു സിനിമ ചെയ്യുന്നത് എന്നുള്ളത് കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് മമിതയുടെ ഫിൽമോഗ്രഫി ഒന്ന് പരിശോധിക്കാം. 2017 അനൂപ് മേനോനും അപർണ ബാലമുരളിയും പ്രധാന വേഷത്തിലെത്തിയ സർവോപരി പാലാക്കാരൻ എന്ന സിനിമയിലൂടെയാണ് മമിത ബൈജു സിനിമാ മേഖലയിലേക്ക് വരുന്നത്. നായികയൊന്നുമല്ല കേട്ടോ, സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മമിത എത്തുന്നത്. അതിനുശേഷം 2017 തന്നെ ഹണീബിയുടെ 2ാം ഭാഗം ഹണീബി 2 സെലിബ്രേഷൻസിൽ അഭിനയിച്ചു. 2018 മമിത ചെയ്തത് 4 സിനിമകളാണ്. ഒന്ന് ഡാഗിനി, മറ്റൊന്ന് കൃഷ്ണം എന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു, പിന്നെ ഒന്ന് വരത്തൻ എന്ന് പറഞ്ഞ സിനിമയുണ്ടായിരുന്നു, മറ്റൊന്ന് സ്കൂൾ ഡയറി എന്നൊരു സിനിമയുണ്ടായിരുന്നു. ഇതിനകത്ത് കൃഷ്ണവും സ്കൂൾ ഡയറി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ വരത്തനും ഡാഗിനിയും പറയുന്നില്ല, അത്യാവശ്യം കുറച്ച് ഫേമസ് സിനിമകളാണ്, അതുകൊണ്ട് പ്രേക്ഷകർ ചിലർ കണ്ടിട്ടുണ്ടാവും. ഈ സ്കൂൾ ഡയറി എന്ന് പറയുന്ന സിനിമയിൽ മമിതയെ കാണുന്നത് ഈ 5 പെൺകുട്ടികളുടെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരു വ്യക്തിയായിട്ടാണ് മമിത നിൽക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ് 2-3 സംഭാഷണങ്ങൾ, കുറച്ചധികം ഡയലോഗുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അതിനകത്ത് ഇടം പിടിക്കുക അല്ലെങ്കിൽ തന്നെ നോട്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ശ്രമങ്ങൾ മമിത ബൈജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഈ സിനിമകളൊക്കെ തന്നെ ചിലത് ആളുകളുടെ ഇടയിൽ ഹിറ്റായി, പക്ഷേ ഈ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ വലിയ വിജയങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് കൂടി എടുത്തു പറയട്ടെ. പിന്നീട് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന സിനിമ ഹരിശ്രീ ശോഭൻ സംവിധാനം ചെയ്ത സിനിമയിൽ ദേവിക എന്ന കഥാപാത്രമായിട്ടെത്തി. വികൃതി എന്ന സിനിമയിനകത്തും കുറച്ചധികം നോട്ടീസബിൾ ആയിട്ടുള്ളൊരു റോള് മമിതയെ തേടിയെത്തി എന്ന് വേണം തന്നെ പറയാം. പിന്നീടാണ് ജിയോ ബേബി സംവിധാനം ചെയ്ത കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയിലേക്ക് എത്തുന്നത്. 2021 ആയപ്പോഴേക്കും ഓപ്പറേഷൻ ചാവ് എന്ന സിനിമയിലേക്ക് വന്നു. ആ സിനിമയിൽ തേപ്പുകാരിയായ നായിക എന്നൊക്കെയാണ് മമിത അതിനകത്ത് വിളിക്കുന്നത്. എനിക്കതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് മമിത എന്തുകൊണ്ടാണ് വിട്ടു പോകുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തേപ്പുകാരി, തേപ്പിസ്റ്റ് എന്നൊക്കെ വിളിപ്പേരുണ്ട്, അതിനകത്ത് ബാധിക്കുന്നില്ല. അത് ബാലു വർഗീസിൻ്റെ പെയറായിട്ടാണ് മമിത എത്തുകയും ചെയ്തത്. അതിനകത്ത് നല്ല രസകരമായ റോളാണ്, 2-3 ഇമോഷണൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഖോഖോ എന്ന സിനിമ ഒരുപക്ഷെ റെജീഷയോടൊപ്പം തന്നെ ലീഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മമിത എത്തിയത്. ഒരുപക്ഷെ ഖോഖോയും കൂടെ കണ്ടപ്പോഴേക്കും മമിതയെ കുറച്ചുകൂടെ ആളുകൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി, ഭയങ്കര ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. കാരണം ഖോഖോയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു മമിത കാഴ്ചവെച്ചത്. പിന്നെ 2 എന്ന് പറയുന്ന സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ സിനിമയിലാണ് എത്തിയത്. പിന്നീട് ഒരുപക്ഷെ കുറേ അധികം ആളുകൾ ഒരുമിച്ച് കയ്യിലെടുത്ത ഒരു സിനിമയായിട്ട് 2022 ഗിരീഷ് ഷെട്ടി സംവിധാനം ചെയ്ത സൂപ്പർ ശരണ്യ എന്ന സിനിമയിലേക്ക് വരാം. ഒരുപക്ഷെ തണ്ണീർമത്തൻ ദിനങ്ങൾ കൊണ്ട് നസ്ലിനെയും മാത്യു തോമസിനെയും അല്ലെങ്കിൽ അനശ്വരയൊക്കെ കൊണ്ടുവന്ന അതേ ഗിരീഷ് ഷെട്ടി ഇവിടെ നായികയായിട്ടല്ല മമിതയെ കൊണ്ടുവരുന്നത്. പക്ഷേ തൂക്കിയത് സോന എന്ന കഥാപാത്രമാണ്, അത് ചെയ്ത മമിതയാണ്. ഒരുപക്ഷെ അവിടെ നിന്നുകൊണ്ടായിരിക്കാം പ്രേമലുവിലോട്ടും ഗിരീഷ് ഷെട്ടി മമിതയെ കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സൂപ്പർ ശരണ്യയിൽ ഭയങ്കര റോളായിരുന്നു. അതിനുശേഷം 2023 പ്രണയവിലാസം എന്ന സിനിമ, അത് ഗംഭീര പടമാണ്, കാണാത്തവർ തീർച്ചയായും പോയി കാണുക. അതിനകത്ത് അർജുൻ അശോകിൻ്റെ പെയറായിട്ടാണ് മമിത വരുന്നത്. അതിനകത്ത് അനശ്വര വരുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസിലാണ്, ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നീട് അതിനുശേഷമാണ് അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും മമിത ഒരു രീതിയിലോട്ട് വന്നു. അതായത് എല്ലാവർക്കും അറിയാവുന്ന
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു താരമായിട്ട് മാറി. പിന്നീടാണ് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനെത്തിയ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയിലേക്ക് നായികയെത്തുന്നത്. ആ സിനിമ പരാജയമായി പോയി. പലരും ആ സിനിമ കണ്ടിട്ടില്ല, കാരണം OTT-യിൽ ഇപ്പോഴും ആ സിനിമ വന്നിട്ടില്ല, തിയേറ്ററിൽ പരാജയമായി. പക്ഷേ അതിനകത്താണ് മമിത ഒരു എന്താ പറയുക, നിവിൻ പോളിയുടെ നായികയായി വന്ന ഒരു സിനിമയും കൂടിയായിട്ട് അത് കൂട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ, തെലുങ്കിൽ, ഒരു ഇന്ത്യൻ സിനിമ ബോക്സ് ഓഫീസിൽ തന്നെ ഒരു ഫേവറബിളായ രീതിയിലേക്ക് മമിത മാറുന്നത്, വിച്ച് ഇസ് പ്രേമലു. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് നസറിൻ തോമസ് നായകനായി എത്തിയ സിനിമ, റീനു എന്ന കഥാപാത്രമായിട്ട് മമിത തകർത്താടി തൂത്തുവാരിയ പടം, രാജമൗലിയുടെ കണ്ണിൽ വരെ എത്തിപ്പെട്ട സിനിമ, രാജമൗലി മമിതയുടെ പെർഫോമൻസിനെ പുകഴ്ത്തിപ്പാടിയ സിനിമ. അതിനിടയിലാണ് കേട്ടോ ഈ വണങ്ങാനൊക്കെ വന്നിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു പ്രേമലു കഴിഞ്ഞിട്ടാണ് വണങ്ങാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവിടെ നിന്നുകൊണ്ടാണ് മമിതയുടെ ഒരു കരിയർ അങ്ങ് മാറുക എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. അവിടെ നിന്ന് അടുത്തത് ചെയ്യുന്നത് GV പ്രകാശിനോടൊപ്പം തന്നെ റെബൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ആ സിനിമ അങ്ങോട്ട് വർക്കായില്ല, പക്ഷെ എന്നാൽ പോലും മമിതയുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ടോക്ഡ് അബൌട്ടായി, പ്രേക്ഷകർക്കിടയിലൊക്കെ തന്നെ നല്ല രീതിയിൽ സംസാര വിഷയമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഡ്യൂഡ് എന്ന സിനിമയിൽ മമിത വരുന്നതാണ്. പ്രദീപ് രംഗനാഥൻ്റെ കാമുകിയായിട്ട് വന്നതാണ്. ഡ്യൂഡിൽ മമിതയുടെ ക്യാരക്ടറിന് ഭയങ്കരമായ രീതിയിൽ, അതായത് ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹ്യൂമർ രംഗങ്ങളായിക്കോട്ടെ, റൊമാൻറ്റിക് രംഗങ്ങളായിക്കോട്ടെ, എല്ലാം ഡെപ്പിക്റ്റ് ചെയ്യാൻ കഴിയുന്ന പല പല സീൻസ് മമിതയ്ക്ക് ഉണ്ടായിരുന്നു. മമിത തകർത്താടി. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ മമിത തരംഗമായി. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ടൊരു ഓളവും കൂടി മമിത അതിലൂടെ സ്വന്തമാക്കി. അതിന് മുമ്പാണ് ജനനായകനൊക്കെ കാസ്റ്റ് ചെയ്യുന്നത്, എന്നാൽ പോലും പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് ഇനി വരാൻ പോകുന്ന സിനിമകൾ, അല്ലെങ്കിൽ മമിതയുടെ ലൈനപ്പിൽ ഉള്ള സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഫാസിനേറ്റിംഗ് സിനിമകളാണ്. ജനനായകൻ 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്, ജനുവരി 9-ാം തീയതി. പക്ഷേ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടുള്ള റിവൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നൊക്കെ സിനിമകൾ കണ്ട് അതിൻ്റെ നടപടികളൊക്കെ നടക്കുകയാണ്. ജനനായകനാണ് ഇനി വരാനുള്ളത്. വിശ്വനാഥൻ ആൻഡ് സൺസ് വരാനുണ്ട്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് അത്, കാരണം വെങ്കി അട്ലൂരിയുടെ സിനിമയാണ്. ലക്കി ഭാസ്കർ സംവിധാനം ചെയ്ത വെങ്കി അട്ലൂരിയുടെ ഈ വിശ്വനാഥൻ ആൻഡ് സൺസ് സൂര്യ പടത്തിൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. ടീസറിൽ കുറച്ച് ഹിന്റ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അത് സ്റ്റോറി മുഴുവൻ സമ്മപ്പ് ചെയ്യാനുള്ളൊരു സാധനമായിട്ട് കിട്ടുന്നുമില്ല. അതോടൊപ്പം തന്നെയാണ് കര എന്ന് പറയുന്നൊരു സിനിമ ഇനി ചെയ്യാനിരിക്കുന്നത്. ധനുഷിൻ്റെ പടമാണ്. അത് എങ്ങനെയായി തീരും എന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരണ്ട് വാനം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അത് വിഷ്ണു വിശാലിൻ്റെ പടമാണ്. അതൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. അത് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പടമാണ് ഇരണ്ട് വാനം. പിന്നെ മലയാളത്തിൽ വരാനുള്ള സിനിമയാണ് ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ നിവിൻ പോളിയെ നായകനാക്കിക്കൊണ്ട് വരാൻ പോകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതിനകത്തും ഒരുപാട് പ്രതീക്ഷ ആ സിനിമയിൽ മേലുണ്ട്. ആ പടത്തിൽ അത്യാവശ്യം നല്ല കാസ്റ്റുണ്ട്, നല്ല വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ സിനിമയും വരുന്നുണ്ട്. അങ്ങനെ മമിതയ്ക്ക് ഇനി ഒരു ലൈൻ ഓഫ് സിനിമകളുണ്ട്, ലൈനപ്പുകളുണ്ട്. ഒരുപക്ഷെ മമിതയുടെ തുടക്കം ഞാൻ പറയുന്നില്ല, 2017 ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളാണ്. ഓൾമോസ്റ്റ് ഒരു 10 വർഷം കംപ്ലീറ്റ് ആവാൻ പോകുന്നു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഗ്രോത്ത് ഉണ്ടാവും സ്വാഭാവികമായിട്ട് മമിതയ്ക്ക്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർസ് വിജയ്, സൂര്യ, ധനുഷ് പോരെ, അങ്ങനെ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന മമിത സ്വാഭാവികമായിട്ട് ഇനി മറ്റ് ഇൻഡസ്ട്രികളിലേക്കും പോകും. തെലുങ്കിലേക്കും പോകാം, അവിടെ നിന്ന് ഓഫേഴ്സ് വരും, ഒക്കെ സംഭവിക്കും. ഇപ്പോൾ വെങ്കി അട്ലൂരിയുടെ പടം തന്നെ ഒരു ബൈലിംഗ്വലാണ് സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെ വരും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവാൻ പോകുന്ന സിനിമകൾ ഇനി മമിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. സോ ഞാൻ പറയുന്നത്, ഒരു ഘട്ടത്തിൽ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും 2-3 ഡയലോഗുകൾ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു താരം ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേച്ചർ നോക്കുക. ഇപ്പോൾ എത്തി നിൽക്കുന്ന പല പ്രൊഡ്യൂസേഴ്സിനെയും പല താരങ്ങളുടെയും വാണ്ടഡ് വുമണായിട്ട്, വാണ്ടഡ് ആക്ട്രസ് ആയിട്ട് ഇപ്പോൾ മമിത മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ഭയങ്കര രസമുള്ളൊരു ഗ്രോത്താണ്. ഇതാണ് മമിത ബൈജുവിൻ്റെ ഫിൽമോഗ്രഫി ആയിട്ട് എടുത്ത് സൂചിപ്പിക്കാനുമുള്ളത്. തുടർന്ന് അങ്ങോട്ടും ഒരു ഗംഭീരമായ സിനിമാ കരിയർ മമിത ബൈജുവിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.